Intercession for India. Intercession for India. ആദ്യ കുർബാന സ്വീകരണത്തിന് സാധാരണയായി സിസ്റ്റേഴ്സാണ് അവരെ പഠിപ്പിച്ചൊരുക്കുന്നത്. ഒരിടവകയിൽ ആദ്യ കുർബാന സ്വീകരണമാണ്. നല്ലോണം അവരെ പഠിപ്പിച്ചൊരുക്കി. കുഞ്ഞുങ്ങൾ 10-40 കുഞ്ഞുങ്ങളുണ്ട്. അവസാനത്തെ ഒരു ട്രയൽ കുമ്പസാരമുണ്ട്. അതെല്ലാം സിസ്റ്റർ അച്ഛൻ്റെ ഭാഗത്തിലിരുന്നിട്ട് വാ പാപം പറയേ എന്നൊക്കെ പറഞ്ഞ് കുമ്പസാരിപ്പിച്ചൊക്കെ പഠിപ്പിച്ചു. എന്നിട്ട് വെള്ളിയാഴ്ചയാണ് ശരിക്കുള്ള കുമ്പസാരം. ഈ കുഞ്ഞുങ്ങളുടെ ചങ്ക ഇങ്ങനെ പടപടാന്നിടിക്കണം. കാരണം വികാരിച്ചൻ ഇങ്ങനെ എന്താ പറയുക, തേനീച്ചക്കൂട് പോലെ താടിയുള്ള ഒരു അച്ഛനാണ്. അത് നോക്കുമ്പം പിള്ളേർക്ക് ആകെ പേടിയാണ്. ഈ അച്ഛൻ്റെ അടുത്ത് പോയി എങ്ങനെ കുമ്പസാരിക്കും? ആദ്യത്തെ കുമ്പസാരമാണ്. ഈ പിള്ളേരെ ഇരുവശങ്ങളിലും മുട്ടുമേ നിർത്തി. അപ്പം തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ട് പോലെ പിള്ളേരുടെ ചങ്കയിൽ നിന്ന് പടപടാന്നിടിക്കുന്നുണ്ട്. സിസ്റ്റർ പറഞ്ഞു കൊടുത്തു, ആദ്യം ആൺകുട്ടികൾ ഭാഗത്ത് മുട്ടും, പടപടാന്ന് അച്ഛൻ മുട്ടുമ്പം ആൺകുട്ടി ആദ്യം നിൽക്കുന്ന കുട്ടി വന്ന് പാപങ്ങൾ പറഞ്ഞു തുടങ്ങണം. അങ്ങനെയാണ് കുമ്പസാരം. ഇത് നേരെ മറിച്ചായിപ്പോയി. അച്ഛൻ വന്നിട്ട് ആദ്യം പെൺകുട്ടികൾ ഭാഗത്ത് മുട്ടി. ഈ പെൺകുട്ടികൾ ഭാഗത്ത് ആദ്യം നിൽക്കുന്ന പെൺകുച്ചി വിചാരിച്ച് അവിടെ ഒരാളുടെ കുമ്പസാരം കഴിയുമ്പോൾ ഈ പേജ് പരീക്ഷയ്ക്ക് അവസാനം ബെല്ലടിക്കുന്നതിന് മുമ്പ് മറിച്ച് നോക്കുന്ന പരിപാടിയില്ലേ എന്ന് പറഞ്ഞ പോലെ അവനെ കുമ്പസാരിപ്പിക്കുമ്പോൾ ഒന്നും കൂടി ഒരു ഫൈനൽ പ്രിപ്പറേഷൻ നേരം കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് കൊച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെയാണ് മുട്ടുന്നത്. അതിൻ്റെ ചങ്കിലങ്ങ് തികത്തി ആ കൊച്ചി എന്നിട്ട് കുമ്പസാരിച്ചു തുടങ്ങി, പാപിയായ പിതാവേ എന്നോട് കരുണയായിരിക്കണേ. പാപിയായ പിതാവോ? എന്നിട്ട് കൊച്ചി പാപം എല്ലാം പറഞ്ഞു. അത് കഴിഞ്ഞ് അച്ഛൻ ഉപദേശം കൊടുത്ത് പാപമോചനം കൊടുത്തിട്ട് ആ കൊച്ചിനോട് പറഞ്ഞു, മോളെ കുമ്പസാരിക്കുമ്പോൾ പാപിയായ പിതാവേ എന്നല്ല ആദ്യം പറയണ്ടേ. ആദ്യം എങ്ങനെ പറയണ്ടേ? പിതാവേ പാപിയായ എന്നോട് കരുണയായിരിക്കണേ എന്നാണല്ലോ പറയണ്ടേ. മോളെ തെറ്റിക്കരുത്. കുമ്പസാരിക്കുമ്പോൾ ആദ്യം പറയേണ്ടത് പിതാവേ പാപിയായ എന്നോട് കരുണയായിരിക്കും. ആ കൊച്ച് ഈ തെറ്റിക്കലച്ച എന്ന് പറഞ്ഞു പോയി. ഇവിടെ മുട്ടി ആങ്കൊച്ച്. അവനും വന്നിട്ട് പാപിയായ പിതാവേ എന്നോട് കരുണയായിരിക്കണേ. ആ കൊച്ചിനോടും കുമ്പസാരം കഴിഞ്ഞ് പറഞ്ഞു, മോനെ പാപിയായ പിതാവേ എന്നല്ല, പിതാവേ പാപി എന്നോട് കരുണയായിരിക്കണേ. മൂന്നാമത്തെ കൊച്ചും പറഞ്ഞു, പാപിയായ പിതാവേ എന്നോട്. അച്ഛന് മനസ്സിലായി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ ആ പിള്ളേരോട് ഇരിക്കാൻ പറഞ്ഞു. കുമ്പസാരക്കൂട് എണീറ്റു. സിസ്റ്ററിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പം വരാം, ഇത്രയോട് പിള്ളേരെ പ്രാർത്ഥിച്ചൊരുക്കിക്കോ എന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങി ബൈക്ക് സ്റ്റാർട്ടാക്കി അടുത്ത പള്ളിയിലേക്ക് ഓടിച്ചു പോയി. അവിടെ ചെന്ന് അച്ഛനോട് പറഞ്ഞു, എനിക്കൊന്ന് കുമ്പസാരിക്കണം. അങ്ങനെ അച്ഛൻ കുമ്പസാരക്കൂട്ടിൽ വന്നിരുന്നു. ഈ വൈദികൻ നല്ലോണം ഒന്ന് കുമ്പസാരിച്ചു. എന്നിട്ട് തിരിച്ചു വന്നിട്ട് കുമ്പസാരക്കൂട്ടിലിരുന്നു. കൊച്ചു വന്നിട്ട്, പിതാവേ പാപിയായ എന്നോട് കരുണയായിരിക്കണേ. മക്കളെ, കുഞ്ഞുങ്ങളുടെ നാവിന് പിഴവ് വന്നതല്ല, പരിശുദ്ധാത്മാവ് പിഴവ് കൊടുത്തതാ. മകനെ, പുരോഹിത, പാപങ്ങൾ മോചിക്കാനുള്ള അവകാശം അധികാരം തന്ന് ക്രിസ്തുവായ ഞാൻ നിന്നിൽ നിറഞ്ഞിട്ട് പാപങ്ങൾ മോചിക്കുമ്പോൾ നീയും ശുദ്ധീകരിക്കപ്പെടണം. അതുകൊണ്ട് ഞാൻ രഹസ്യം പറയട്ടെ, ഞാൻ ഇന്ന് പോയി കുമ്പസാരിച്ചിട്ടാണ് വരുന്നത്. ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ രാത്രിയിൽ. ഇന്നലെ പോയി ഞാൻ കുമ്പസാരിച്ചിട്ടാണ് വന്നത്. നല്ലോണം കുമ്പസാരിച്ചിട്ടുണ്ട്. ഒരു പൊട്ടും പൊടിയും പോലും ഇല്ലാതെ കുമ്പസാരിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ മക്കളെ, അതുകൊണ്ട് മെച്ചമെന്താ? അതുകൊണ്ട് നിങ്ങൾ ഈ മക്കളെ നിർബന്ധിച്ച് കുമ്പസാരിപ്പിക്കാൻ വിടുന്നതിന് മുമ്പ് ആദ്യം എന്ത് ചെയ്യണം? മിണ്ടിയാലെന്ന് എനിക്കറിയാം. കൂദാശകൾ പരികർമ്മം ചെയ്യണം. ഇതാണ് രക്ഷയുടെ വഴി. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയാ, സ്വരമുയർത്തി ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.